എടുത്തു വളർത്തിയ പെൺകുഞ്ഞ് 13-ാം വയസ്സിൽ വളർത്തമ്മയെ കൊലപ്പെടുത്തി. 8-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി 2 പുരുഷ സുഹൃത്തുക്കളുമായി ചേർന്നാണ് വളർത്തമ്മയെ കൊലപ്പെടുത്തിയത്. ഗജപതി ജില്ലയിലെ പരാലഖേമുണ്ടി നഗരത്തിലെ വാടക വീട്ടിലാണ് 54-കാരിയായ രാജലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം 2 പുരുഷന്മാരുമായുള്ള മകളുടെ ബന്ധത്തെ രാജലക്ഷ്മി എതിർത്തിരുന്നു. ഇതും സ്വത്തുക്കൾ കൈയടക്കാനുമുള്ള ആഗ്രഹവുമാണ് വളർത്തമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഏപ്രിൽ 29-ന് ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് പെൺകുട്ടി കൊലപാതകം നടത്തിയത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജലക്ഷ്മി മരിക്കുകയായിരുന്നു. അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്നാണ് ചടങ്ങിനെത്തിയ എല്ലാ ബന്ധുക്കളോടും കുട്ടി പറഞ്ഞത്. രാജലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നതിനാൽ തന്നെ ആരും സംശയിച്ചുമില്ല. എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഭുവനേശ്വറിൽ വെച്ച് മറന്നുപോയിരുന്നു. ഇത് രാജലക്ഷ്മിയുടെ സഹോദരൻ സിബാ പ്രസാദ് മിശ്ര കണ്ടെത്തി പരിശോധിച്ചപ്പോഴാണ് കൊലപാതക പദ്ധതി പുറത്തു വന്നത്. കൊലപാതക പദ്ധതി ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചറിൽ വിശദമായി പറഞ്ഞിരുന്നു. രാജലക്ഷ്മിയെ എങ്ങനെ കൊലപ്പെടുത്തണമെന്നും അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും എങ്ങനെ കൈപ്പിടിയിലാക്കണമെന്നതും ചാറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ മിശ്ര അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പിന്നാലെ പെൺകുട്ടിയെയും ക്ഷേത്രത്തിലെ പൂജാരിയായ ഗണേഷ് റാത്ത്, സുഹൃത്ത് ദിനേശ് സാഹു എന്നിവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ മകളില്ലാതിരുന്ന രാജലക്ഷ്മിയും ഭർത്താവും ദത്തെടുക്കുകയായിരുന്നു. 1 വർഷത്തിന് ശേഷം ഭർത്താവ് മരിച്ചു. പിന്നീട് രാജലക്ഷ്മി ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ വളർത്തിയത്. മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ പരാലഖേമുണ്ടയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. പ്രണയബന്ധത്തിൽ രാജലക്ഷ്മി എതിർപ്പ് ഉയർത്തിയതോടെയാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഏപ്രിൽ 29-ന് വൈകുന്നേരം അമ്മയ്ക്ക് മകൾ ഉറക്ക ഗുളികകൾ നൽകി. അവർ ഉറങ്ങിയതിന് പിന്നാലെ റാദിനെയും സാഹുവിനെയും വിളിച്ചു വരുത്തി. പിന്നീട് മൂവരും ചേർന്ന് തലയണ ഉപയോഗിച്ച് രാജലക്ഷ്മിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്.